ഓ നമോ നാരായണായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം 48-ാമത്തെ ശ്ലോകം 23-ാമത്തെ ഭാഗമായിട്ട് പറയണു. യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മരുടെ അടുത്തേക്ക് പോകണമെന്നുള്ള ഭഗവാന്റെ ഇച്ഛയെ എന്തുകൊണ്ട് യുധിഷ്ഠിരൻ അവിടേക്ക് പോയി എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തെ ഈ കുന്തിസൂരിയുടെ അവസാന ഭാഗത്തെ പറയണത്. ഓം ആഹ രാജാ ധർമ്മസുതശ്ചിന്തയൻ സുഹൃദം വധം പ്രാകൃതേനാത്മനാ വിപ്രാ സ്നേഹമോഹവശം ഗതാം. വിപ്രാഹ അല്ലയോ ബ്രാഹ്മണരെ, സൂതനാണ് പറയണത്. ശൗനകാദി മഹർഷിമാരോട് പറയാണ്, പ്രാകൃതേന ആത്മന, ഈ അറിവില്ലാത്തതായിട്ടുള്ള ഇങ്ങനെ ഒരു പ്രാകൃത ബുദ്ധി കൊണ്ട് എന്നാണ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള ബുദ്ധി കൊണ്ട്, അതാണ് പ്രാകൃതേന ആത്മന സുഹൃദാം, ഈ സുഹൃത്തുക്കളുടെ വധം. സുഹൃത്തുക്കളുടെ വധം വെച്ചാൽ അവിടെ സൈന്യങ്ങളുടെ വധം, പിന്നെ ദുര്യോധനാദികളുടെ സഹോദരന്മാരുടെ വധം. അപ്പോൾ യുധിഷ്ഠിരനും ഈ സുഹൃത്തുക്കൾ കുറേ ഉണ്ടാവും. അവരൊക്കെയാണ് മറ്റേ സൈന്യാധിപനായിട്ടൊക്കെ നിൽക്കുക. അപ്പം അങ്ങനെയുള്ള അവരുടെയൊക്കെ മരണം ചിന്തയൻ, അത് ശത്രുക്കൾ എന്ന് പറയുമ്പോൾ ശത്രു പക്ഷത്തുള്ളവരും മരിക്കും, സുഹൃത്തുക്കളായെന്ന് പറയുമ്പോൾ അവർ ഈ സൈന്യത്തിൽ പെട്ടവർ ശത്രുക്കളാൽ ഇവരും മരിക്കും. അപ്പോൾ രണ്ടു കൂട്ടരും മരിക്കും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ രാജാ ധർമ്മസുത, ധർമ്മപുത്രര്, അത് ധർമ്മൻ്റെ പുത്രനായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ സ്നേഹമോഹ വശം ഗതഃ, അപ്പോൾ സ്നേഹമാകുന്ന പാശത്തിൽ ദേഹബോധത്തോടു കൂടിയിട്ട് കുറച്ചൊരു അവശനായി തീർന്നു. ആ ധർമ്മപുത്രര് ഇപ്രകാരം പറയുകയും ചെയ്തു. ആഹ വിപ്രാഹ, ശൗനകാദി മഹർഷിമാരെ സൂതം പറയാണ്, പ്രാകൃതേന ആത്മന, അങ്ങനെയുള്ള പ്രാകൃതഭാവമുള്ള മനസ്സുകൊണ്ട് സുഹൃദാം വധം ചിന്തയൻ, സുഹൃത്തുക്കളുടെ മരണത്തെ ചിന്തിച്ചുകൊണ്ട് രാജാ ധർമ്മസുത സ്നേഹമോഹ വശം ഗതഃ ആഹ, ഈ രാജാവായിട്ടുള്ള അവിടെ സമ്രാട്ടായി, അപ്പോൾ ചക്രവർത്തിയായിട്ടുള്ള ഈ യുധിഷ്ഠിരൻ കുറച്ചൊരു ഓരോരുത്തരുടെയും ദുഃഖത്തെ കണക്കാക്കിക്കൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെയൊക്കെ മരണത്തിന് ഉത്തരവാദി താനാണല്ലോ എന്ന ഒരു രീതിയിൽ ഇപ്രകാരത്തിൽ കൃഷ്ണനോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ്. ബാക്കി പാണ്ഡവരോട് പറഞ്ഞു, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ കുന്തിസ്തുതി കേട്ട് സന്തോഷിപ്പിച്ച് യാത്രയാവാൻ നിൽക്കുന്ന സമയത്ത് കൃഷ്ണനെ തടുത്തുകൊണ്ട് യുധിഷ്ഠിരൻ എല്ലാവരോടുമായി പറഞ്ഞു എന്നുള്ളതാണ്. ആഹ രാജ, പറഞ്ഞു രാജാവ്, ധർമ്മസുത, ഈ ധർമ്മപുത്രരുടെ മകനായിട്ടുള്ള യുധിഷ്ഠിരൻ ചിന്തയൻ, ചില കാര്യങ്ങളെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് പറഞ്ഞത്. സുഹൃദാം വധം, എന്താ ഉദ്ദേശിച്ചത്? പ്രധാനമായിട്ട് സുഹൃത്തുക്കളുടെ മരണം. അപ്പോൾ താൻ ശത്രുക്കളെ വധിച്ചു, ശത്രുക്കളായിട്ടുള്ള ബന്ധുക്കളെ വധിച്ചു, സഹോദരന്മാരെ വധിച്ചു. അളിയൻ തൊട്ടുള്ള ഓരോരുത്തരെയും ഇതൊക്കെ ബന്ധുക്കളാണ്. അതേപോലെ തന്നെ അവര് ഈ യുധിഷ്ഠിരൻ്റെ ഒപ്പം നിന്നുള്ള ഓരോരുത്തരുടെയും വധത്തിന് കാരണമായി തീർന്നു. അതൊക്കെ താൻ വധിച്ചതായിട്ട് സ്വയമേവ ഏറ്റെടുത്തു. കാരണം യുദ്ധം ഉണ്ടായത് തൻ്റെ ചക്രവർത്തി ആ പദം നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട്. അപ്പോൾ അത് സ്വയമേവ ഏറ്റെടുത്തപ്പോഴാണ് ദുഃഖമായത്. അപ്പോൾ പ്രാകൃതേന ആത്മന, പ്രാകൃത ഭാവത്തിലാണ് ദേഹം എന്നുള്ള നിലയ്ക്ക് ദേഹബോധത്തോടു കൂടിയിട്ട് യുധിഷ്ഠിരൻ ചിന്തിച്ചു. അതുകൊണ്ട് അത് പറഞ്ഞു. അല്ലയോ വിപ്രാഹ, ഹേ വിപ്രാഹ, സൂതം പറയാണ്, ശൗനകാദി മഹർഷിമാരെ, സ്നേഹമോഹ വശംഗതഃ യുധിഷ്ഠിര, സ്നേഹമാകുന്ന കയറ് കൊണ്ട് കെട്ടി, അതുകൊണ്ട് ദേഹമാകുന്ന ഒരു മോഹത്തിൽ പെടുകയും ചെയ്തു. അതിന് അടിമയായതുകൊണ്ട് ഇപ്രകാരത്തിൽ പറയപ്പെട്ടു. ഇതാണ്. ആഹരാജ ധർമ്മസുത ചിന്തയൻ സുഹൃദാം വധം പ്രാകൃതേന ആത്മന വിപ്രാഹ സ്നേഹമോഹവശം ഗതഃ. ഇനി 49-ാമത്തെ ശ്ലോകം. അഹോ മേ പശ്യതാജ്ഞാനം ഹൃദി രൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബഹ്യോ മേ ക്ഷൗഹിണീർഹതഃ അക്ഷൗഹിണീഹി ഹതാഹ. അഹോ കഷ്ടം. എന്താ പറ്റിയത്? അബദ്ധം പറ്റിയത് എന്താ? ദുരാത്മനഃ, എൻ്റെ മനസ്സ് അത്ര നല്ലതല്ല, ദുഷിച്ച മനസ്സാണ് എനിക്ക്.
അത് കഷ്ടം തന്നെയാണ്. മേ ഹൃദി, എൻ്റെ മനസ്സിൽ രൂഢം ഉറച്ചതായിട്ടുള്ള അജ്ഞാനം. ഇവിടെ എന്താ അജ്ഞാനം? യുധിഷ്ഠിരൻ അജ്ഞാനം എന്ന് യുധിഷ്ഠിരൻ പറയുന്നത് ഞാൻ ഇവരെയൊക്കെ വധിച്ചുവല്ലോ, ഞാൻ കാരണമാണല്ലോ ഇവരൊക്കെ വധിക്കപ്പെട്ടത് എന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അജ്ഞാനം നോക്കൂ, പശ്യത കാണൂ. പാരക്യസ്യ ഏവ, അന്യരുടെ ആഹാരമായിട്ട് ഭവിക്കുന്നതായി തന്നെ ഇരിക്കുന്ന ദേഹസ്യ, ദേഹത്തിൻ്റെ ഈ ആവശ്യത്തിന് ബഹ്യ അനവധി അക്ഷൗഹിണികൾ മേ ഹതാഹ, എന്നാൽ കൊല്ലപ്പെട്ടു. അതായത് എൻ്റെ ഹൃദയത്തിൽ ഇത് വേണം എന്നുള്ളത് തോന്നിയിട്ട് ആ അറിവില്ലായ്മ ഇപ്രകാരത്ത് സംഭവിച്ചു പോയി. ഈ അന്യരുടെ, ഇപ്പോൾ ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞ എങ്ങനെയാണ്, കുറുക്കൻ മുതലായിട്ടുള്ള ജന്തുക്കൾക്ക് ആഹാരമായി തീരാൻ പോകുന്ന ദേഹത്തിന് വേണ്ടി, ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ആരാ? ഞാൻ ആണോ എൻ്റെ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ? അല്ല. ഇനി സംശയമാണ്, എൻ്റെ ദേഹത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ തന്നെയല്ലേ. ഇനി എൻ്റെ ദേഹത്തിൻ്റെ ആവശ്യക്കാരൻ ആരൊക്കെയാ? ഭാര്യ ഭർത്താവായിട്ട് കാണുന്നു, മക്കള് അച്ഛനായിട്ട് കാണുന്നു, അച്ഛനമ്മമാര് പുത്രനായിട്ട് കാണുന്നു, ബന്ധുക്കള് അവരൊക്കെ ഈ സഹായി എന്നുള്ള നിലയ്ക്ക് കാണുന്നു, സുഹൃത്തുക്കൾ ആ രീതിയിൽ കാണുന്നു. അത് മ്യൂച്വലാണ്. അപ്പം ഇങ്ങനെ ഇത് ലൗകികം. ഇനി അതിൻ്റെ മറ്റൊരു ഭാവമുണ്ട്. ഈ ദേഹം ജീവനായിട്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ജഡമായി. ആ ജഡം പിന്നെ മണ്ണിൽ കുഴിച്ചിട്ട് അത് കൃമികൾ വന്നിട്ട് തിന്നും, അത്രയേ ഉള്ളൂ. കത്തിച്ചാൽ അത് വെണ്ണീറായി. അപ്പോൾ ഈ ദേഹത്തിൻ്റെ യഥാർത്ഥ അവകാശി ആരാ? ഇനി വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വല്ല കഴുകനോ കുറുക്കനോ ആരാച്ചാൽ തിന്നും. ആ ദേഹം ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഇതാണ് ആ ദുഃഖത്തിന് കാരണം. അപ്പോൾ കഷ്ടമാണ് എൻ്റെ കാര്യം. എന്താണ്? ദുരാത്മാവാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അഹോ ദുരാത്മനഹ മേ ഹൃദി, എൻ്റെ ഈ ദുഷ്ടത കാരണം കൊണ്ട് എൻ്റെ മനസ്സിൽ രൂഢം അജ്ഞാനം പശ്യത, ഉറപ്പിച്ചതായിട്ടുള്ള ഈ അജ്ഞാനത്തെ ഒന്ന് കാണൂ, എല്ലാവരും മനസ്സിലാക്കൂ. പാരക്യസ്യേവ, ഇത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശരീരമാണ്. പാരക്യസ്യ, എനിക്ക് വേണ്ടിയിട്ടല്ല. എൻ്റെ ശരീരം എനിക്ക് വേണ്ടി മാത്രമല്ല എന്ന് സാരാണ്, അന്യനും കൂടി എന്ന് സാര. അവകാശികളായിട്ട് പലരുമുണ്ട്. ഞാനാകുന്ന ജീവന് എനിക്ക് ശരീരത്തെ എൻ്റെ ആയിട്ട് കണക്കാക്കാം. അതേപോലെ തന്നെയാണ് ഭാര്യാപുത്രന്മാരും സുഹൃത്തുക്കളും അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും ഒക്കെ പേരക്കുട്ടനായിട്ട് കണക്കാക്കുമല്ലോ. മുത്തശ്ശനായിട്ട് പേരക്കുട്ടികളും കണക്കാക്കില്ലേ? അതേപോലെ തന്നെയാണ് ഇത്. മരിച്ചു കഴിഞ്ഞാലോ അഗ്നിയിലിട്ടാൽ അങ്ങനെ പോവും. വല്ല കഴുകനോ കുറുക്കനോ ഒക്കെ തിന്നുവെച്ചാൽ അങ്ങനെ പോവും. വെണ്ണീറാവും, ഭസ്മാവും. അതേപോലെ തന്നെ മലമാവും. ഇനി മണ്ണിൽ കുഴിച്ചിട്ടാൽ മണ്ണായിട്ട് മാറും. അതെങ്ങനെ മണ്ണായിട്ട് മാറും? ഈ കൃമികൾ തിന്നിട്ട് ആ മലം അത് മണ്ണിനോട് ലയിച്ച് വീണ്ടും മണ്ണായിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഈ ദേഹത്ത് ഞാനാണ് എന്ന് അന്യരുടെ ആയിട്ട് ഭവിക്കേണ്ടതായിട്ടുള്ള ദേഹത്തിന് ഈ ദേഹസ്യ ബഹ്യ, എത്ര അനവധി ആൾക്കാരാ അവകാശികളായിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ദേഹം കൊണ്ട് ദേഹത്തിന് വേണ്ടിയിട്ട് ബഹ്യ അക്ഷൗഹിണി ഹി മേ ഹതാഹ, അനവധി അക്ഷൗഹിണി, 18 അക്ഷൗഹിണി സേന മരിച്ചു. ഞാനാണ് ഇവരെയൊക്കെ കൊന്നത് എന്ന് തെറ്റിദ്ധരിച്ചു എന്നാണ്. അഹോ മേ പശ്യത അജ്ഞാനം ഹൃദിരൂഢം ദുരാത്മന പാരക്യസ്യൈവ ദേഹസ്യ ബഹ്യോ മേ ക്ഷൗഹിണീർഹതാഹ. നമ്മൾ ധാരാളമായിട്ട് സമ്പാദിക്കാറുണ്ട്. ഈ സമ്പാദ്യം മുഴുവൻ അന്യന് ദ്രോഹമല്ലാതെ കണ്ടാണ് സമ്പാദിക്കുന്നത് എങ്കിൽ അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അത് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂക്ഷിക്കരുത്, മറ്റുള്ളവർക്കും കൂടി കൊടുക്കണം, ഇത്രയേ ഉള്ളൂ. അതങ്ങനെ അല്ലാണ്ട് വരുന്നതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരും. ഇനി 50-ാമത്തെ ശ്ലോകത്തിൽ പറയണു, ബാലദ്വിജ സുഹൃന്മിത്ര പിതൃഭ്രാതൃ ഗുരുദ്രുഹ നമേ സ്യാൻ നിറയാൻ മോക്ഷോ ഹ്യപി വർഷായുധായുധയെ. ബാല ഒരു കുട്ടി, ദ്വിജ ബ്രാഹ്മണൻ, സുഹൃത്ത് പ്രിയൻ, മിത്ര ബന്ധു, പിതൃ അച്ഛൻ, ഭ്രാതൃ സഹോദരൻ, ഗുരു ആചാര്യൻ.
ഈ സകല ആൾക്കാരെയും ദ്രോഹ മേ ഇങ്ങനെയുള്ള ദ്രോഹത്തെ ചെയ്ത എനിക്ക് നിരയാത് നരകത്തിൽ നിന്ന് മോക്ഷ മോചനം. അതെങ്ങനെയാണ് കിട്ടുക? വർഷ ആയുധൈഹി അഭി അനേക വർഷങ്ങൾ 10,000 വർഷങ്ങൾ നരകത്തിൽ കിടന്നാലും ന സ്യാത് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് അഭിമന്യു സ്വതേ കുട്ടിയാണ്. അങ്ങനെ പ്രായം 15 വയസ്സ് 16 വയസ്സ് തുടങ്ങിയിട്ടുള്ള സമയത്തൊക്കെ ആയുധം എടുത്തിട്ട് പറഞ്ഞേക്കും യുദ്ധത്തിന്. അങ്ങനെയുള്ള കുട്ടികൾ കുറേയുണ്ട്. ദ്രോണരെ പോലെ ഉള്ള ബ്രാഹ്മണർ കുറേയുണ്ട്. സുഹൃത്തുക്കളായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. മിത്രങ്ങളായിട്ട് മിത്രങ്ങൾ രണ്ട് ഭാവത്തിൽ ഏതായാലും അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതേപോലെ അച്ഛൻ ഉണ്ടാവും, സഹോദരൻ ഉണ്ടാവും, ആചാര്യന്മാരുണ്ടാവും, ഗുരുക്കന്മാരുണ്ടാവും. അവരെ ഒക്കെ ദ്രോഹിച്ചു. എന്താ കാരണം? ഈ യുദ്ധം ചെയ്യിച്ചു ഞാൻ, എനിക്ക് ചക്രവർത്തി പദം വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ കുറ്റം ഞാനാണ് ചെയ്തത് എന്നതുകൊണ്ട് മേ നിരയാത് മോക്ഷ വർഷ ആയുധൈഹി മേ നിരയാത് മോക്ഷ എനിക്ക് ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടുക എന്നുള്ളത് 10,000 വർഷങ്ങൾ നരകത്തിൽ കിടന്നാലും ഉണ്ടാവുകയില്ല. ന സ്യാത്. ഇതിൻ്റെ തെറ്റ് മുഴുവനും ഞാൻ ഏറ്റെടുത്തു. എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ബാക്കിയുള്ളവർ ചെയ്തത്. അവരൊക്കെ വധിക്കപ്പെട്ടു. അപ്പം ഞാനാണ് കൊലയാളി. അപ്പം എനിക്ക് ശിക്ഷയുണ്ടാവും നരകത്തിൽ. ഈ നരകത്തിൽ നിന്ന് മോചനം നേടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതാണ് ചോദ്യം. ഇതാണ് ആത്മവിമർശനം. ബാല, ദ്വിജ, സുഹൃത്ത്, മിത്ര, പിതൃ, ഭ്രാതൃ, ഗുരു, ദ്രുഹ. ബാലൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്, സുഹൃത്ത്, അതേപോലെ മിത്രങ്ങള്, പിന്നെ പിതൃ ഭാവത്തിലുള്ള കുറേ ആളുകൾ. അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം യുധിഷ്ഠിരൻ്റെ അച്ഛൻ എന്നുള്ളതല്ല, ഈ മരിച്ചവരിൽ പലരും മക്കളുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ അച്ഛന്മാരാണ് അവരൊക്കെ മരിച്ചു പോയതേ. അതേപോലെ ഭ്രാതൃ സഹോദരന്മാർ, സഹോദരിക്ക് സഹോദരനായിട്ടുണ്ടാവും, സഹോദരനും സഹോദരന്മാരായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സഹോദര സ്ഥാനത്ത് പിന്നെ ഗുരുക്കന്മാർ, ദ്രോണർ മാത്രമല്ല ഗുരു, എത്രയോ ഗുരുക്കന്മാരുണ്ടായാലേ അവരൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ. അവരൊക്കെ മരിച്ചുപോയി. അവരെയൊക്കെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. ഈ നിരാശ്രിതരായിട്ടുള്ള സ്ത്രീകളെ, മറ്റേ കുട്ടികളെ, അവരെയൊക്കെ ദ്രോഹിക്കുകയാണ് ഉണ്ടായത്. കാരണം ഈ യുദ്ധത്തിൽ വന്ന എല്ലാവരും മരിക്കപ്പെട്ടു. നമ്മേ സ്യാത് നിരയാത് മോക്ഷം, എനിക്ക് ഇനി നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയില്ല, ഉറപ്പ്. ഹി എന്താ കാരണം? വർഷ ആയുധൈഹി 10,000 വർഷം ഈ നരകത്തിൽ കിടന്നാൽ പോലും അഭി മോക്ഷം ന സ്യാത് നിരയാത് മോക്ഷോ ന സ്യാത്, ഉറപ്പാ. ഹി കാരണം ഈ ബാലദ്വിജ സുഹൃൻ മിത്ര പിതൃ ഭ്രാതൃ ഗുരു ദ്രുഹനാണ് ഞാൻ, എല്ലാവരെയും ദ്രോഹിച്ചവനാണ്. ബാലദ്വിജ സുഹൃൻ മിത്ര പിതൃഭ്രാതൃ ഗുരുദ്രുഹ നമേ സ്യാത് നിരയാത് മോക്ഷോ നിരയാത് മോക്ഷോ മോക്ഷ ഹി അപി വർഷായുധായുധൈ. ഇനി 51-ാമത്തെ ശ്ലോകം. നൈനോ രാജ്ഞ പ്രജാഭർത്തുർധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വചാം. പ്രജാഭർത്തു, പ്രജകളെ ഭരിക്കുക. പ്രജകളുടെ അച്ഛൻ എന്ന നിലയ്ക്കാവാം, അതല്ലെങ്കിൽ രക്ഷാകർത്താവ് എന്ന നിലയ്ക്കാവാം. അങ്ങനെ പല അർത്ഥത്തിൽ പ്രജാഭർത്തുവാണ് പ്രജകളെ ഭരിക്കുന്ന രാജാവ്. രാജ്ഞ രാജാവിന് ധർമ്മയുദ്ധേ ഈ ധർമ്മയുദ്ധത്തിൽ ദ്വിഷാം ശത്രുക്കളുടെ വധഃ ന ഏനഃ ശത്രുക്കളുടെ വധം ഇപ്രകാരത്തിൽ ഏനമായിട്ട് വരില്ല. ഏനെന്ന് പറഞ്ഞാൽ പാപം. ഇത് ശാസനം വചഃ ഇങ്ങനെ ഒരു വേദശാസനം ഉള്ളത് അത് ഭഗവാനാൽ പറയപ്പെട്ടതാ. പക്ഷേ അത് മേ ബോധായ എൻ്റെ ബോധത്തിനായിട്ട് ന കൽപ്പതേ അത് ബാധിക്കുന്നില്ല എന്നാണ്. നോക്കണേ, യുധിഷ്ഠിരൻ പറയണത് വേദത്തിലെ നിഷേധിച്ചപ്പോഴേ ശത്രുക്കളെ വധിക്കണം. ആദതായി ന ഹന്തവ്യ. ആദതായി ആയ മറ്റേ വധിക്കണം. യുധിഷ്ഠിരൻ പറയണത് ആയുധെടുത്ത് വന്നാലും കൊല്ലണ്ട, എന്നെ കൊന്നോട്ടെ. അപ്പം അത് വേണ്ട, പ്രത്യേകിച്ച് കലികാലത്തിൽ അത് വേണ്ട. നമ്മളെന്തേ വേണ്ടു? അവിടുന്ന് വേണമെങ്കിൽ ഒഴിഞ്ഞു പോവാം. ഒരാൾ നമ്മളെ കൊല്ലാൻ വരികയാണെന്ന് വെച്ചാൽ അയാളെ കൊല്ലാം. നമുക്കതിന് കഴിവുണ്ട്. 1 തവണയോ 2 തവണയോ ഒക്കെ ക്ഷമിക്കാം. ഇതിന് കണക്കുണ്ട്. എത്ര തവണ വെച്ചാൽ അത്ര തവണ ക്ഷമിച്ചിട്ട് വേണം വധിക്കാമെന്നൊക്കെ കണക്കുണ്ട്. നമുക്ക് അതിന് ഓടിപ്പോവാം.
അങ്ങനെ തീരെ നിവൃത്തിയില്ലാഞ്ഞാലോ ആപത്ഘട്ടാണെങ്കിൽ അപ്പോൾ വധിക്കുകയും ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് കണക്ക്. അതിന് ഒരു നിയമമൊക്കെ ഉണ്ട്. ആ നിയമം പഠിച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ന ഏനഹ ഇങ്ങനെയുള്ള പാപം എന്നുള്ളതാണ്. ന ഏനഹ എനിക്ക് ഇങ്ങനെയുള്ള പാപം രാജ്ഞഹ രാജാവായിട്ടുള്ള ഞാൻ പ്രജാഭർത്തുവാണ്, പ്രജകളെ ഭരിക്കേണ്ടവനാണ്. മാത്രമല്ല ധർമ്മയുദ്ധേ ഇപ്പൊ ധർമ്മയുദ്ധമാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. ധർമ്മയുദ്ധം അല്ല നടന്നതെന്നുള്ളത് ആ വ്യംഗ്യമാണ്. കാരണം കർണനെ വധിച്ചു ആയുധമില്ലാണ്ടാണ്. അശ്വത്ഥാമാവിനെ ദ്രോണരെ കൊണ്ട് ഒരു അബദ്ധം പറ്റിയല്ലോ. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് ഉറക്കെ പറഞ്ഞു യുധിഷ്ഠിരനെ. അപ്പോഴാണ് ദ്രോണര് ആയുധം വെച്ചത്. ദ്രോണര് ആയുധം വെച്ചാൽ മാത്രമേ ഈ ദ്രോണരെ ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു. ഏത് അശ്വത്ഥാമാവ്? ഒരു ആനയ്ക്ക് പേരിട്ടു അശ്വത്ഥാമാവെന്ന്. എന്നിട്ട് ആ ആനയുടെ തല അറുത്തു. യുധിഷ്ഠിരൻ ഉറക്കെ പറഞ്ഞു അശ്വത്ഥാമാ ഹത നഹി കുഞ്ചര എന്ന് പറഞ്ഞു. അപ്പോൾ അശ്വത്ഥാമാവ് ദ്രോണരുടെ പുത്രനല്ല കേട്ടോ, ഒരു ആനയാണ് മരിച്ചത് കേട്ടോ. അത് മെല്ലെ പറഞ്ഞു. അശ്വത്ഥാമ ഹത എന്ന് ഉറക്കെ പറഞ്ഞു. കൃഷ്ണൻ ചെയ്തത് തെറ്റല്ലേ? കൃഷ്ണന്റെ ന്യായയ്ക്ക് സമ്മതമല്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ധർമ്മയുദ്ധത്തിൽ ദ്വിഷാം ശത്രുക്കളുടെ വധഹ ന ഏന ഇങ്ങനെയുള്ള ഈ ധർമ്മയുദ്ധത്തിൽ വധോദ്വിഷ ഈ ശത്രുക്കളുടെ ഈ വധം ഇതി മേ ന തു ബോധായ ഇങ്ങനെ ഇതിൽ പറഞ്ഞത് മേ ന തു ബോധായ ഇത് എനിക്ക് ബോധ്യം വരുന്നില്ല, അത് ശരിയല്ല. കൽപ്പതേ ഇങ്ങനെ ഒരു കൽപ്പിക്കപ്പെട്ടതായിട്ടുള്ള വേദശാസനം വചഹ അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, അത് ശരിയല്ല, അത് സത്യമല്ല. കാരണം ഈ പാപികള് ഈ ശത്രുക്കളെ മുഴുവൻ ഇങ്ങനെ വധിക്കുമ്പോൾ അതിന് പാപമില്ല എന്ന് പറയുന്ന ഈ വേദവാക്ക് എനിക്ക് സമ്മതമല്ല. ഇത് യുദ്ധ നിയമമാണ്, ക്ഷത്രിയന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് സമ്മതമല്ല. രാജാക്കന്മാർക്ക് പാപം ഉണ്ടാവും എന്ന് തന്നെയാണ് ധർമ്മപുത്രരുടെ വാദം. നൈനോ രാജ്ഞ പ്രജാഭർത്തു ധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വജാം. അപ്പോൾ രാജാവാൻ താല്പര്യമില്ലാതെ കണ്ട്, കരം പിരിക്കാൻ താല്പര്യമില്ലാതെ, യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാതെ ഈ ചില ശാസനങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ബ്രാഹ്മണരെ, ഭക്തന്മാരെ, സ്ത്രീകളെ, കുട്ടികളെ ഇവരൊന്നും ഒരിക്കലും ഏതെങ്കിലും തരത്തിൽ മനസ്സിനോ വിഷമുണ്ടാക്കരുത്, ദേഹത്തിന് വിഷമുണ്ടാക്കരുത്. അവരുടെ സുഖ സൗകര്യങ്ങൾ രാജാവിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ അത് രാജാവിന് പാപമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാജാവാകുന്നില്ല എന്ന് പറഞ്ഞ് അനവധി ആൾക്കാർ പോയിട്ടുണ്ട്. അത് പോവാതെ കണ്ട് ഈ എല്ലാ രാജാക്കന്മാരെ തോൽപ്പിക്കുക എന്ന ഈ രാജസൂയം ചെയ്തിട്ട് ചക്രവർത്തി ആയ അതാണ് തെറ്റ്. അവിടെ ധർമ്മപുത്രർക്ക് ആ ധർമ്മം അത് എനിക്ക് രാജാവാകണ്ട എന്ന് പറഞ്ഞില്ല. രാജാവായതിൻ്റെ ശേഷം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ധാർമ്മികത ഈ രാജശാസനം അത് പാലിക്കണം. അത് പാലിക്കുമ്പോൾ അതിൽ ചില തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ പിന്നെ അത് തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് രാജാവായിട്ട് ഇരിക്കുകയും വേണം, ചക്രവർത്തിയായിട്ട് ഇരിക്കുകയും വേണം. ഇതൊന്നും ജനങ്ങൾ ചെയ്യാനും പാടില്ല വെച്ചാൽ രണ്ടും കൂടി നടക്കില്ല. രണ്ട് തോണിയിലും കാലിട്ടാൻ പറ്റില്ല. ധർമ്മപുത്രർ രണ്ട് തോണിയിലും കാലിട്ടു. നമ്മൾ അങ്ങനെ രണ്ട് തോണിയിലും കാലിടരുത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഒന്നുകിൽ നമ്മൾ ചക്രവർത്തി ആവരുത്, ആദ്യമേ തന്നെ പോവുക, വനവാസം സ്വീകരിക്കുക. അതല്ലെങ്കിൽ ചക്രവർത്തി ആയി കഴിഞ്ഞാൽ രാജശാസനങ്ങളുണ്ട്, അത് മുഴുവൻ ചെയ്യണം. അവിടെ നമ്മളെ പാപം ബാധിക്കും. ഈ നമ്മളെ ഭാവിച്ചതായിട്ടുള്ള ഈ പാപത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് പരിഹാരം ചെയ്യണം. വേലി കെട്ടണം. എന്താ വേലി കെട്ടേണ്ടത്? ഉപാസനയാകുന്ന വേലി. എങ്ങനെയൊക്കെ ഉപാസന ചെയ്യുക? രന്തിദേവനെ പോലെ തനിക്ക് കിട്ടുന്ന മുഴുവൻ ദാനം ചെയ്താൽ മതി. ഒരു പാപം അവിടെ ബാധിച്ചില്ല. ഹരിശ്ചന്ദ്രനെ പോലെ സത്യത്തിൽ ഉറച്ചു നിന്നാൽ മതി, പാപം ബാധിച്ചില്ല. ദേവന്മാരൊക്കെ ഹരിശ്ചന്ദ്രന്റെ ഈ സേവകരായിട്ട് നിന്നു. ശ്രീരാമനെ പാപം ബാധിച്ചില്ല. ശ്രീരാമൻ ഈശ്വരനായതുകൊണ്ട് മാത്രമല്ല, പരശുരാമനെ പാപം ബാധിച്ചില്ല 21 വട്ടം ഭൂപ്രദക്ഷിണം ചെയ്തിട്ട്. അപ്പോൾ ഈ ശാസനങ്ങൾ വേണ്ട രീതിയിൽ ബാധിക്കുമ്പോൾ നമ്മൾ അതിനെ വേലി കെട്ടണം. എങ്ങനെയാ വേലി കെട്ടുക? തപസ് ചെയ്തുകൊണ്ട്, അന്യോപകാരമായിട്ട് അവർക്ക് വേണ്ടത് എന്തോ ഹിതം അത് അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുത്തുകൊണ്ട്. അങ്ങനെ അതിൽ പാപം ഇല്ലാണ്ടേ ഉള്ളൂ.
അപ്പോൾ ഒന്നുകിൽ ചക്രവർത്തി ആവരുത്, ചക്രവർത്തി ആയി കഴിഞ്ഞാൽ ഈ തെറ്റിനുള്ള ശിക്ഷകളൊക്കെ കൊടുക്കണം, അപ്പോൾ പാപം വരും. ആ പാപത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിക്രിയകൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ദേവരക്ഷ, പിതൃരക്ഷ, രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ആ സേവനങ്ങൾ നമ്മൾ ചെയ്യണം എന്നർത്ഥം. പൂജാതി കാര്യങ്ങൾ ചെയ്യണം. ഓരോരുത്തർക്ക് ഓരോന്നാണ് കൊടുക്കേണ്ടത്. ആനയ്ക്ക് പട്ട കൊടുക്കണം, പശുവിന് പുല്ല് കൊടുക്കണം, പുലി തുടർന്നുള്ള അവർക്ക് മാംസത്തെ കൊടുക്കണം, ഇങ്ങനെ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് മാംസത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവിയെ കൊല്ലുമ്പോൾ അവിടെ പാപം വരും. ആ പാപത്തെ വീണ്ടും നമ്മൾ പരിഹരിക്കണം. അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ നൈനോ രാജ്ഞ പ്രജാഭർത്തുഹു, ഇങ്ങനെയുള്ള പാപത്തെ രാജാവായിട്ടുള്ള പ്രജകളെ ഭരിക്കേണ്ടതായിട്ടുള്ള, പ്രജകളെ രക്ഷകനായിട്ടുള്ള, അർച്ചനായിട്ടുള്ള, പതിയായിട്ടുള്ള ആ ആള് ധർമ്മയുദ്ധേ വധോദ്വിഷം, ധർമ്മയുദ്ധത്തിൽ ഇതേപോലെ അനവധി ആൾക്കാരെ വധിക്കുക എന്നത് അത് പാപം ബാധിക്കില്ല എന്നുള്ളത് ആ നിയമം ശരിയല്ല. ഇതി മേ ന തൂ ബോധായ, ഇതെനിക്ക് ബോധ്യം വരുന്നില്ല. അത് ബോധ്യം വരില്ല. ശരിയാണ്, ധർമ്മപുത്ര പറഞ്ഞത് ശരിയാ. പാപം ഉണ്ട്. പക്ഷെ പാപത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? പരിഹരിക്കുക തന്നെ വേണം. അത് ഇന്നത്തു ബോധായ കൽപ്പതേ ശാസനം വച. അപ്പൊ വേദം പറഞ്ഞതല്ല തെറ്റ്, വേദം പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുകയും വേണം. അത് അംഗീകരിച്ചാൽ അതിന് പരിഹാരക്രിയ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് പാപമായിട്ട് നമ്മളെ ശേഷിക്കുകയും ചെയ്യും. ഇതാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പറയാത്തതിൻ്റെ വ്യംഗ്യം നമ്മൾ എടുക്കണം. അപ്പോഴേ നമ്മുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. നൈനോ രാജ്ഞ പ്രജാഭർത്തു ധർമ്മയുദ്ധേ വധോദ്വിഷാം ഇതി മേ നതു ബോധായ കൽപ്പതേ ശാസനം വജാം. 52-ാമത്തെ ശ്ലോകം. സ്ത്രീണാം മദ്ധതബന്ധൂനാം ദ്രോഹോ യോ സാവിഹോത്ഥിത കർമ്മഭിർഗൃഹമേധീയൈർനാഹങ്കൽപ്പോ വ്യപോഹിതും. മദ്ധതബന്ധൂനാം, മത് ഹതബന്ധൂനാം, മത് ഹതബന്ധൂനാം, മദ്ധതബന്ധൂനാം, മദ്ധതബന്ധൂനാം. ഞാൻ അവരെ കൊന്നു. എന്നാൽ വധിക്കപ്പെട്ടതായിട്ടുള്ള ബന്ധുക്കള് അവരുടെ സ്ത്രീകള്, ഭാര്യമാര്, സഹോദരിമാര്, അമ്മമാര് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഈ യുദ്ധത്തിൽ ഉത്ഥിത ഉണ്ടായിട്ടായിട്ടുള്ള അങ്ങനെ സംഭവിച്ചു പോയി. അങ്ങനെയുള്ള ദ്രോഹ, ഇതുപോലെയുള്ള ദ്രോഹങ്ങൾ. അപ്പൊ സ്ത്രീകളെ പറഞ്ഞുള്ളൂ. അവിടെ സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളുണ്ട്, അവരുടെ ഭൃത്യന്മാരുണ്ട്, അവരുടെ സ്വാമി പോയി, ഭൃത്യന്മാരുടെ സ്വാമി പോയി. അതുപോലെ പശുവർഗ്ഗങ്ങളുണ്ട്, ആ പശുവർഗ്ഗങ്ങളുടെ മുതലാളി പോയി. അപ്പോൾ അതൊക്കെ പ്രശ്നമാണ്. കാരണം അവരെ സംരക്ഷിക്കാൻ പിന്നെ ആരുമില്ലല്ലോ. ആ സംരക്ഷണമൊക്കെ ഇനി ആരാ ചെയ്യുക? രാജാവ് ചെയ്യണം. അതൊരു പരിഹാരമാണ്. ഈ രക്ഷ മുഴുവൻ അവിടെ ഇപ്പോൾ ഭർത്താവിൻ്റെ ഉദ്യോഗം ഈ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ രാജാവിന്? അപ്പോൾ പാപം തന്നെയാണ്. അച്ഛൻ്റെ ചെയ്തു കൊടുക്കാം, മകനായിട്ട് എത്രത്തോളം പറ്റുമെന്ന് ശരിയാ. പേരക്കുട്ടിയായിട്ട് എത്രത്തോളം ലാളനയൊന്നും കൊള്ളാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരുടേതായിട്ടുള്ള ചിലത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും. അതിനൊക്കെ പാപമുണ്ട്, പരിഹാരം ചെയ്തേ പറ്റൂ. യുധിഷ്ഠിരൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ പകുതിയാണ്. ആ പകുതി നമ്മൾ മനസ്സിലാക്കണം എന്നർത്ഥം. അതാണ്. അപ്പം അങ്ങനെ ഈ സ്ത്രീണാം ഉദ്ധിത ദ്രോഹ, ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ ദ്രോഹങ്ങൾ അസൗ ഗൃഹമേധീയൈഹി, ഗൃഹസ്ഥന്മാരായിട്ടുള്ള നമ്മൾ കർമ്മഭിഹി വ്യപോഹിതും, ഇങ്ങനെ കർമ്മങ്ങളെ കൊണ്ട് തീർക്കാനായിക്കൊണ്ട് അഹം ന കൽപ്പ, എനിക്ക് അത് സാമർഥ്യമില്ല. അതായത് നമ്മൾ ഈ പശുദാനമൊക്കെ ചെയ്യുമ്പോൾ മമ പാപം വ്യപോഹതു എന്നാ പറയാ. പശുദാനം ചെയ്യുമ്പോൾ ഈ പശുദാന മന്ത്രത്തിൽ പറയുന്നത്, ഞാൻ ഈ പശുവിനെ അങ്ങയ്ക്ക് ദാനം തരുമ്പോൾ ഇത് എന്നിൽ ഉള്ള പാപത്തെ മുഴുവൻ തീർക്കാനായിട്ട് ഇത് പര്യാപ്തമാവണം എന്നാണ്. നമ്മൾ കൊടുക്കുക 3,400 റുപ്യ അല്ലെങ്കിൽ 100 റുപ്യ അല്ലെങ്കിൽ 500 റുപ്യ ഒരു വസ്ത്രം, 501 റുപ്യ ഒരു വസ്ത്രം, അല്ലെങ്കിൽ 2,000 റുപ്യ ഒരു വസ്ത്രം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ 501, 2,000, 10,000 ഒന്നും കൊടുത്തുകൊണ്ട് ഈ പശുദാനാവില്ല. പശുവിൻ്റെ വില എന്നുള്ളത് എത്രയാച്ചാൽ അത്രേ, 30,000, 50,000, 1,00,000 ഇങ്ങനെയൊക്കെയാണ് പശുവിൻ്റെ വില. അപ്പോൾ അത് പ്ലസ് പശുവിന് മേയാനുള്ളത്, പിന്നെ പശുവിന് അലങ്കാരങ്ങൾ, സ്വർണ്ണോ വെള്ളിയോ എന്നുള്ളത് പോട്ടെ, അതിൻ്റെ സംരക്ഷണം വേണമെന്നുള്ളതാണ്. കൊമ്പിന് സംരക്ഷണം വേണം, കുളമ്പിന് സംരക്ഷണം വേണം. പിന്നെ വിരിപ്പ് പുതപ്പ് എന്നുള്ള നിലയ്ക്കാണ് മീതെ ഈ പട്ട് പൊതിഞ്ഞ്, കൗശയപ്പട്ട് പൊതിഞ്ഞ് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഒരു പശുവിൻ്റെ മീതെ ഒരു മേലെ ഒരു പട്ട് പൊതിഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട്.
പിന്നെ മേച്ചിൽ സ്ഥലം, ഭൂമി അത്രയും കൂടുതൽ കൊടുക്കണം. പുല്ല് വൈക്കോൽ എന്താ കിട്ടാനുള്ള ചോക്ക. കറവക്കാരനെ കൊടുക്കണം, കറവയ്ക്കുള്ള പാത്രങ്ങളെ കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ്. കെട്ടാനുള്ള കയറ് കൊടുക്കണം, തൊഴുത്ത് ഉണ്ടാക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് പശുദാനം. അപ്പോൾ ഒരു പശുദാനം ചെയ്യാന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അപ്പോൾ ഇവിടെ ഇത്രയും ദാനങ്ങളെ ചെയ്യുമ്പോൾ സുരഭി വൈഷ്ണവി ചൈവ അതേപോലെയുള്ള ഭാവത്തിലാണ് ഈ പാപം തീരട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഗോദാനന്ദു മയാദത്തം മമ പാപം വ്യപോഹതു. ശ്ലോകമാണ് പെട്ടെന്ന് തോന്നിയില്ല, മന്ത്രം ശരിക്കും തോന്നിയില്ല, മറവി രോഗം ഉണ്ടാവുകൊണ്ടാണ്. അപ്പോൾ സ്ത്രീണാം മത്തത ബന്ധൂനാം, ഈ സ്ത്രീകളെ തൊട്ടുള്ള കുട്ടികൾ, സ്ത്രീകൾ, ആശ്രിതര് എന്നുള്ള അവർക്കൊക്കെ മത് ഹത ബന്ധൂനാം, എന്നാൽ വധിക്കപ്പെട്ടതായിട്ടുള്ള ആ ഒരു കാരണം കൊണ്ട് അവരുടെ ബന്ധുക്കൾക്ക് ഒക്കെ ദ്രോഹമായിട്ട് വന്നു. ദ്രോഹമായിട്ട് യഹ, യാതൊന്നാണോ അസൗ, ഇവിടെ ഇഹ ഉത്ഥിത, യഹ അസൗ ഇഹ ഉത്ഥിത, ഇങ്ങനെ അവിടെ സംഭവിച്ചതായിട്ടുള്ള, ഇപ്പോൾ ഉയർന്നു വന്നതായിട്ടുള്ള ഈ പ്രശ്നം കർമ്മഭിഹി, ഇതേപോലെയുള്ള കർമ്മങ്ങളെ കൊണ്ട് ഗൃഹമേധീയൈഹി, ഗൃഹമേധികളാണ് നമ്മളൊക്കെ. ഗൃഹസ്ഥന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗൃഹം മുഴുവൻ എൻ്റെയാണ് എന്ന് കണക്കാക്കുന്നവരാ, ഗൃഹത്തെ ഭരിക്കുന്നവരാ, ഗൃഹമേധികളാണ് നമ്മൾ. ശരിക്കും ഗൃഹസ്ഥധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് മുഴുവൻ നമ്മളാൽ കൊടുക്കപ്പെടണം. അതൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്തൊക്കെയോ കുറച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ചെയ്താൽ പോരാ. കാറുണ്ടാക്കണം, ബംഗ്ലാവ് ഉണ്ടാക്കണമെന്നേ നമ്മൾ വിചാരിക്കാറുള്ളൂ. ധനം ബാങ്കിൽ കൂടുതൽ കൂട്ടിച്ചേർക്കണമെന്നേ നമ്മൾ വിചാരിക്കാറുള്ളൂ. അങ്ങനെ അല്ലാതെ കണ്ട് അന്യോപകാരമായിട്ട് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് ഗൃഹസ്ഥന്മാരുടെ ധർമ്മം. അത് നമ്മൾ പരിവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥന്മാരാണോ ഗൃഹമേധികളാണോ നിശ്ചല, ഗൃഹമേധികളാണ്. അപ്പം ഗൃഹമേധി ആയിട്ടുള്ള നമുക്ക് ന അഹം, ഞാൻ, അങ്ങനെയുള്ള ഞാൻ ഇല്ല. എന്ത് കൽപ്പഹ വ്യപോഹിതും, ഇതിനെ കൽപ്പിക്കാൻ പറ്റില്ല. പാപത്തെ തീർക്കാൻ പറ്റും എന്നുള്ളത് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പം ഗൃഹമേധി ഭാവത്തിലാണ് യുധിഷ്ഠിരൻ വരിക. കാരണം ഈ രാജ്യത്തെ മുഴുവൻ ഭരിക്കുക എന്നത് ഒരു ഗൃഹമേധി സമ്പ്രദായമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാപത്തെ മുഴുവൻ തീർക്കാൻ സാധിക്കില്ല. ഭർത്താവിനെ കൊടുക്കാൻ പറ്റുമോ യുധിഷ്ഠിരന്? വേറെ ഭർത്താവിനെ കൊടുക്കാൻ ആളുകൾ തന്നെ ഇല്ലാണ്ട് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊക്കെ സങ്കടമായി. അച്ഛനെ കൊടുക്കാം, പക്ഷേ അതേപോലെ ഭർത്താവിനെ കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മക്കളെ കൊടുക്കാൻ പറ്റുമോ? കഷ്ടിയാണ്, പ്രശ്നങ്ങളാണ്. സ്ത്രീണാം മദ്ഹത ബന്ധൂനാം, ഈ സ്ത്രീകളെ തൊട്ടുള്ള കുട്ടികൾ, മറ്റേ പശുക്കളെ, അവർക്കൊക്കെ ആ ബന്ധുക്കളെ ഞാൻ വധിച്ചത് കൊണ്ട് ദ്രോഹം, അത് ദ്രോഹമായിട്ട് വന്നു. യഹ അസൗ ഇഹ ഉത്ഥിത, ഇപ്പോഴുണ്ടായതായ ഈ ഒരു പ്രശ്നം, ഇതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ കർമ്മഭിഹി, ഈ കർമ്മങ്ങളെ കൊണ്ട്, ദാനാദി കർമ്മങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി പരിഹാരങ്ങൾ കുറേ ഉണ്ട്. ആ പരിഹാരങ്ങളെ നമുക്ക് നേരിട്ട് ലൗകികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീരില്ല. അപ്പോൾ അതുകൊണ്ട് ഗൃഹമേധീയൈഹി, ഗൃഹമേധികളായിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് ഞാൻ എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെ ന അഹം കൽപ്പഹ, ഇതിങ്ങനെ സങ്കല്പിക്കാൻ സാധിക്കില്ല. എന്ത് വ്യപോഹിതം, ഈ കർമ്മങ്ങളെ കൊണ്ട് ഇതിന് പരിഹാരമാവും എന്നുള്ളത് വിചാരിക്കാൻ പറ്റില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു തന്നെയാണ് സത്യം. ഇനി ഭീഷ്മരാൽ അത് പറഞ്ഞു കൊടുക്കണം. കൃഷ്ണ പറഞ്ഞു കൊടുക്കാൻ പറ്റായിട്ടല്ല, വ്യാസം പറഞ്ഞു കൊടുക്കാൻ പറ്റായിട്ടല്ല, ദ്രോണരില്ല പോയി, കൃപരക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റായിട്ടല്ല, വിതുരർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റായിട്ടല്ല. അത് പോരാ, ഭീഷ്മമുക്തി പ്രദായകനാവണം. പിന്നെ ഭീഷ്മർക്ക് ഈ ഉപദേശം കൊടുത്തിട്ട് വേണം മരിക്കാനായിട്ട്, മുക്തി നേടാനായിട്ട്. അത് ഇപ്രകാരത്തിൽ കിട്ടും എന്നുള്ള പാണ്ഡവരെ കൂടി ബോധ്യപ്പെടുത്തുകയും വേണം. സഹസ്രാമം ജപിച്ച് മുക്തി നേടി. സൂതനായി കണ്ടുകൊണ്ട് ഈ ശ്രീകൃഷ്ണനെ നേരെ മുമ്പിൽ കണ്ടു, കൃഷ്ണനെ സ്തുതിച്ചു, കൃഷ്ണന്റെ നാമം സ്മരിച്ചു, സാന്നിധ്യം സകലതുണ്ട്. എല്ലാം കൂടിയിട്ടാണ് ഭീഷ്മമുക്തി പ്രദായകൻ. മറ്റ് ഭക്തന്മാരൊക്കെ അവിടെ കാത്തിരിക്കുക. ഭക്തനാണോ കൂടുതൽ പ്രാമുഖ്യം, ഭഗവാനാണോ കൂടുതൽ പ്രാമുഖ്യം, എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മത്സരാണെന്നാ പറയാം. സ്ത്രീണാം മദ്ധത ബന്ധൂനാം ദ്രോഹോ യോ സാ വിഹോത്ഥിത കർമ്മഭിർഗൃഹമേധീയൈർനാഹങ്കൽപ്പോ വ്യപോഹിതം. ഇനി 53-ാമത്തെ ഈ അധ്യായത്തിലെ ഒടുക്കത്തെ ശ്ലോകമാണ്. യഥാ പങ്കേന പങ്കാംഭ സുരയാ വാസുരാകൃതം ഭൂതഹത്യാം തഥൈവൈകാം ന യജ്ഞൈർമാർഷ്ടുമിഹാർഹതി. പങ്കേന, ചളി കൊണ്ട്, പങ്കാംഭ ചളിയുള്ള വെള്ളം, അമ്പ എന്ന് പറഞ്ഞ വെള്ളം. അപ്പൊ പങ്കേന പങ്കാംഭ, ചളി കൊണ്ട് ചളിയുള്ള വെള്ളത്തെ. ഇപ്പോൾ നമ്മുടെ മേല് കുറച്ച് ചളി പറ്റി, കാലുമ്പിൽ കുറച്ച് ചളി പറ്റി. അപ്പം ചളിയുള്ള വെള്ളം കൊണ്ട് അത് കഴിക്കാൻ മുഴുവൻ പോവില്ല. അതുകൊണ്ട് പങ്കേന പങ്കാംഭ, ഈ
ചളി പറ്റിയ ചളിവെള്ളം കൊണ്ട്, അതുപോലെ സുരയ മദ്യം കൊണ്ട്, സുരാകൃതം മദ്യത്താൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഈ ദോഷത്തെ, മദ്യം കഴിച്ചിട്ട് മദ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് പറ്റില്ല. വിഷത്തെ വിഷം കൊണ്ട് ഇല്ലാണ്ടാക്കാൻ പറ്റും. അജീർണം, നെയ്യ് കഴിച്ചിട്ട് അജീർണം എന്ന് വെച്ചാൽ നെയ്യിൽ കുറച്ച് മരുന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് പറ്റും. പക്ഷേ മദ്യത്തിനെ മദ്യം കൊണ്ട് തീർക്കാൻ പറ്റില്ല. യഥാ എപ്രകാരത്തിലാണോ തഥാ ഏവ, അങ്ങനെ തന്നെ ഏകാം ഭൂതഹത്യ, ഒരു ഭൂതഹത്യ കൊണ്ട് എന്നുവെച്ചാൽ യാജസൂയം ചെയ്യുമ്പോൾ പശുവിനെ വധിക്കണം, അശ്വമേധം ചെയ്യുമ്പോൾ പശുവിനെ വധിക്കണം. അപ്പോൾ മൃഗഹത്യ അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് യാഗം ചെയ്യുമ്പോൾ ഇങ്ങനെ മൃഗഹത്യ ചെയ്തുകൊണ്ട് ഒരു പ്രാണിയെ കൊന്നിട്ട് യജ്ഞേഹി, ഇങ്ങനെ അനേകം യാഗങ്ങൾ ചെയ്താൽ ചർമ്മണ്ണതി നദി ഉണ്ടായി കൂടുതലേ ഉണ്ടാവുള്ളൂ. പുരഞ്ജനൻ്റെ ഈ അനവധി യാഗം ചെയ്ത് പ്രാചീന ബർഹിസ് അനവധി യാഗം ചെയ്ത് അതിനൊക്കെ കഷ്ടത്തിലായി. അപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടത്തിലായിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് പാപം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഈ പാപം പരിഹരിക്കാൻ പറ്റില്ല. ഈ അനവധി ആൾക്കാരെ കൊന്നു, ഇനി ആദ്യം ഒരു പ്രാണിഹിംസ കൊണ്ട് ഇതിന് മുക്തി കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രാണിയെ കൊന്ന ദോഷത്തെ പ്രാണിയെ കൊന്നുകൊണ്ട് തന്നെ യജ്ഞൈഹി, അനേക യാഗങ്ങൾ ചെയ്തുകൊണ്ടും മാർഷ്ടും അതിനെ അടിച്ചൊരിയിട്ട് കളയാൻ പറ്റില്ല, കഴുകി കളയാൻ പറ്റില്ല. എന്നാ അർഹതി, സംഭവിക്കുന്നില്ല, അതിന് അർഹതയില്ല. യഥാ പങ്കേന പങ്കാംഭ, എപ്രകാരത്തിലാണോ ഈ ചളി ദേഹത്ത് പറ്റിയത് ഈ ചളിവെള്ളം കൊണ്ട് കഴുകിക്കളയാൻ പറ്റാത്തത്, അതേപോലെ സുരയാവാസുരാകൃതം, മദ്യം കഴിച്ചിട്ട് ഇങ്ങനെ ആകെ മത്തനായിട്ട് കിടക്കുകയാണ്, വീണ്ടും കുറച്ച് മദ്യം, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിന് പ്രതിവിധിയായിട്ട് ഇപ്പോൾ മദ്യം കഴിച്ചാൽ മോര് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്ന കൂടുതൽ അതിന് ചില പ്രതിവിധികളൊക്കെ ഉണ്ടാവും, വൈദ്യന്മാർക്ക് അതറിയും. എന്താ പ്രതിവിധി വെച്ചാൽ അത് തന്നെ കൊടുക്കണം, അല്ലാണ്ട് മദ്യത്തിന് മദ്യം കൊടുത്തിട്ട് കാര്യമില്ല. ചളി കൊണ്ട് ചളി കഴുകി കളയാൻ പറ്റില്ല. ഭൂതഹത്യം, അതേപോലെ തന്നെ ഈ ഭൂതങ്ങളെ വധിക്കുക എന്നത് ചെയ്തിട്ട് തഥാ ഏവ ഏകാം, ആ സമയത്ത് തന്നെ അതിനെ കഴുകിക്കളയാൻ, ആ ഒരു ചളി അല്ലെങ്കിൽ ആ ഒരു പാപഭാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകാം, മറ്റേ ഈ രാജസൂയത്തിൽ ഇതിലൊക്കെ ഒരു പശുവിനെയാണല്ലോ വധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പശുവിനെ വധിച്ചിട്ട് ഒരു യാഗം, പിന്നെ അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു യാഗം, അപ്പോഴും ഒരു പശുഹത്യ, ഇങ്ങനെ അനവധി യാഗം ചെയ്ത് അനവധി പശുഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ചെയ്തുള്ള വലിയ യുദ്ധത്തിൽ അനവധി അക്ഷൗഹിണികളെ ഒന്നിച്ച് കൊന്നതിൻ്റെ പാപം മുഴുവൻ തീരുമോ? തീരില്ല. എന്നാൽ യജ്ഞൈഹി മാർഷ്ടും അർഹതി, അപ്പോൾ യജ്ഞങ്ങളെ കൊണ്ട് ഇത് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, ഈ പാപത്തിന് പരിഹാരമാക്കാൻ പറ്റില്ല. ശരിയാണ്, അതല്ല അതിൻ്റെ പരിഹാരം. യാഗാദി ചെയ്തിട്ട് യജ്ഞങ്ങൾ ചെയ്തിട്ടല്ല, നേരെ മറിച്ചപ്പോൾ ഈ ഭാഗവത യജ്ഞം നടത്തിയാൽ മതി, അതിന് പശുഹിംസ ഇല്ല. പൂജാദികൾ ചെയ്താൽ മതി, അവിടെ ഹിംസ ഇല്ല. വ്രതങ്ങൾ ചെയ്താൽ മതി, ഉപവാസം, ദാനം, ഇതൊക്കെ ചെയ്താൽ മതി, അതൊക്കെ പരിഹാരങ്ങളാണ്. ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതേപോലെ ഈ സന്താനങ്ങളെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യാം. അതിനൊക്കെ ഉണ്ട്, പലതുണ്ട്, സൂത്രവഴികൾ പലതുണ്ട്. ബ്രാഹ്മണരെ കൊണ്ട് സ്ത്രീകൾക്ക് ഭർത്തൃപദവി കൊടുത്തുകൊണ്ട് അവർക്ക് സന്താനങ്ങളെ കൊടുപ്പിക്കുക, ഇതൊക്കെ അതിൻ്റെ വഴികളാണ്. യുദ്ധത്തിൽ പങ്കെടുക്കാത്ത പുരുഷന്മാർ കുറേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഈ സമ്മതമാകുന്ന രീതിയിൽ തന്നെ, നിയമത്തിന് തെറ്റാത്ത രീതിയിൽ തന്നെ പരിഹാരങ്ങൾ പലതും ചെയ്യാനുണ്ട്. അതൊക്കെ രാജാവ് എന്ന നിലയ്ക്ക്, അച്ഛൻ എന്നുള്ള നിലയ്ക്ക്, ഭരണകർത്താവ് എന്നുള്ള നിലയ്ക്ക്, പല സഹായി, സുഹൃത്ത്, ഇങ്ങനെ പല രീതിയിൽ രാജാവിന് ക്ഷേമം ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് രാജാവിൻ്റെ കൂട്ടത്തിലുള്ള മന്ത്രിമാർ, അതേപോലെ ബാക്കി സഹായികൾ പലരും ഉണ്ട്. അവരൊക്കെ ആ രീതിയിൽ തന്നെ ചെയ്യണം, അതാണ് പരിഹാരം. അല്ലാണ്ട് വീണ്ടും യാഗം ചെയ്തിട്ട് പരിഹരിക്കല്ല വേണ്ടത്. എപ്പോഴാണ് യാഗം ചെയ്യേണ്ടത്, അത് ആ സമയത്ത് യാഗം ചെയ്യാം. പശുഹത്യാദി കാര്യങ്ങൾ ചെയ്യാതെ കണ്ട് തന്നെ യാഗം ചെയ്യാം. അങ്ങനെയുള്ള യാഗത്തെ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഇത് പരിഹരിക്കാൻ സാധിക്കും എന്ന് യുധിഷ്ഠിരൻ അവിടെ സമ്മതിച്ചു. യുധിഷ്ഠിരൻ എങ്ങനെ സമ്മതിച്ചു? ബാക്കിയുള്ളവരെ സമ്മതിപ്പിച്ചുകൊണ്ട് സമ്മതിച്ചു. എനിക്ക് ഇനി യാഗം ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് ഈ യുദ്ധത്തിൻ്റെ പരിഹാരം, യുദ്ധത്തിൻ്റെ അനവധി ആൾക്കാരെ മരിച്ചതിൻ്റെ ആ ദുഃഖം, പാപം, അതിനെ ഇല്ലാണ്ടാക്കാൻ ഇതുകൊണ്ടൊന്നും ശരിയാവില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരൂ, നരകപ്പേടി ഉണ്ട് ഇപ്പം എനിക്ക്, ആ നരകപ്പേടി ഒന്ന് തീർത്തു തരൂ എന്ന് പറഞ്ഞു. ഇതാണ് ഈ 10 ശ്ലോകത്തിൻ്റെ അർത്ഥം. യഥാ പങ്കേന പങ്കാംഭ സുരയാ വാസുരാകൃതം ഭൂതഹത്യാം തഥാ ഏവ ഏകാം ഭൂതഹത്യാം തഥൈവൈകാം ന യജ്ഞൈർമാർഷ്ടുമർഹതി. ഇങ്ങനെ ചളി കൊണ്ട് ചളിയെ കളയാം, ചളി കളയണമെങ്കിൽ ചളിവെള്ളം പോരാ. അതുപോലെ ഈ
അനവധി ആൾക്കാരെ വധിച്ചതിന് പകരം ഇങ്ങനെ പ്രാണിഹത്യ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പശുഹത്യ വരുന്നതായിട്ടുള്ള യാഗാദികളെ കൊണ്ട് പരിഹാരമാവില്ല എന്നെല്ലാം അവിടെ 3 യാഗം കഴിഞ്ഞ സമയത്താണ് 3 അശ്വമേധ യാഗം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പരിഹാരമല്ല എന്ന് കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണനോടാണ് പറഞ്ഞത്. ബാക്കി എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നരകപ്പേടി തീർക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വധിച്ചില്ലേ, അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റെടുക്കും. രാജാവല്ലേ, ചക്രവർത്തിയല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറ്റം ഏറ്റെടുക്കണം. അപ്പോൾ അതിന് പരിഹാരങ്ങൾ എന്താ അത് പറഞ്ഞു കൊടുക്കൂ. അതാണ് ഇനി ഭീഷ്മർ അവിടെ ചെന്നാൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, അത് ഭാരതത്തിലേ പറഞ്ഞിട്ടുള്ളൂ. അത് 2 പർവ്വങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തിട്ട് വ്യാഖ്യാനിക്കണം ഇനി ഇവിടെ. അതിവിടെ എടുത്ത് വ്യാഖ്യാനിക്കാനുള്ള സമയം നമുക്കില്ല. അതിൻ്റെ ഒരു വലിയ ഒരു ഭാഗവതത്തിലോളം വലിപ്പമുണ്ട്. അത്രയും പോരെങ്കിലേ ഉള്ളൂ. 1,50,000 ശ്ലോകത്തിൻ്റെ 2 പർവ്വം അതിന് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കൂടുതലുണ്ടെന്ന് അർത്ഥം. ഭാഗവതത്തിനേക്കാൾ കൂടുതലുണ്ടാവും. 24,000 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുണ്ടാവും. അതാണ്. അതുകൊണ്ട് ഈ യുധിഷ്ഠിരനെ ഈ ധാർമ്മിക മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഈ മനസ്സിൻ്റെ ഈ ഇപ്പോഴത്തെ ദുഃഖത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഭീഷ്മരുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞു വെച്ചു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ യുധിഷ്ഠിര അനുതാപോ നാമ 8-മോധ്യായ സമാപ്ത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യുധിഷ്ഠിര അനുതാപം. യുധിഷ്ഠിരനിൽ വന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ദുഃഖം. എങ്ങനെ ദുഃഖം? യുധിഷ്ഠിരന് ദുഃഖമില്ല. ദുഃഖം ആർക്കാണ്? മറ്റുള്ളവർക്കാണ്. ആ ദുഃഖത്തെ യുധിഷ്ഠിരൻ സ്വയം ഏറ്റെടുത്തു. അവരുടെ പാപം യുധിഷ്ഠിരൻ ഇനി തീർക്കും. അവരുടെ ദുഃഖം ഇനി യുധിഷ്ഠിരൻ തീർക്കും. അവർക്ക് ഇതുവരെ സംഭവിച്ചതായിട്ടുള്ള ഈ അപ്പോൾ ഭർത്താവൊക്കെ ഉള്ള സമയത്തുള്ള സുഖമുണ്ടല്ലോ, അത് വീണ്ടും ഇനി കൊടുക്കപ്പെടും. മാത്രമല്ല അവരെയൊക്കെ ധാർമ്മികരായിട്ട് മാറ്റും. കാരണം അവരൊക്കെ പലരും അധാർമികളായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഇല്ലാണ്ടേക്കും. അപ്പോൾ ഇങ്ങനെ ഇനി വലിയ നന്മകളാണ് യുധിഷ്ഠിരൻ ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഭീഷ്മരുടെ ഉപദേശപ്രകാരമാണ് സംഭവിക്കുക. അവിടേക്കാണ് ഇനി എത്തിക്കുന്നത്. അത് അടുത്ത അധ്യായത്തിൽ, അത് 9ാമത്തെ അധ്യായത്തിന് ഭീഷ്മസ്തുതി എന്നാണ് ആ അധ്യായത്തിന് പേര്. ഇവിടെ യുധിഷ്ഠിര അനുതാപം എന്നാണ് കുന്തിസ്തുതിയുടെ അധ്യായത്തിൽ പേരിട്ടിറക്കുന്നത്. കുന്തിസ്തുതി എന്ന് വേണമെങ്കിൽ പേരിടാം. ഉത്തരയുടെ ഈ ഉണ്ണിയെ രക്ഷിക്കുക എന്ന പാണ്ഡവ ബീജത്തെ രക്ഷിക്കുക. അപ്പോൾ അതിന് വേണമെങ്കിൽ ആ അധ്യായത്തിന് ഈ അധ്യായത്തിന് വേണമെങ്കിൽ ആ പേരിടാം. അതൊന്നും ഇല്ലാതെ കണ്ട് യുധിഷ്ഠിര അനുതാപം എന്നാണ് ഈ അധ്യായത്തിന് പേരിട്ടത്. അപ്പോൾ ഏതിനാണ് പ്രാമുഖ്യം? കുന്തി സ്തുതിക്കാണോ പ്രാമുഖ്യം? ഉത്തരയുടെ ഈ ബീജഗർഭം രക്ഷിക്കണമെന്ന് പറഞ്ഞതാണോ പ്രാമുഖ്യം? അതോ യുധിഷ്ഠിരൻ്റെ ഈ ദുഃഖമാണോ പ്രാമുഖ്യം? അപ്പോൾ ഇതിനാണ് പ്രാമുഖ്യം. അതുകൊണ്ടാണ് ഈ ഭാഗവതം വായിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് കുന്തി സ്തുതി എന്ന് ഇതിന് പറയാറുള്ളൂ. നമ്മളൊക്കെ അങ്ങനെ പറയാറുള്ളൂ. പക്ഷേ യുധിഷ്ഠിര അനുതാപമാണ് ഈ അധ്യായത്തിന് പ്രാമുഖ്യം. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഭാവം ഇതിൽ മുഖ്യമായിട്ട് പറയപ്പെട്ടത് യുധിഷ്ഠിരൻ്റെ ഈ മറ്റുള്ളവരുടെ ദുഃഖം, അതിന് കാരണക്കാരായത് ഞാനാണല്ലോ, അവരുടെ ദുഃഖം ഞാൻ എങ്ങനെ തീർക്കും എന്ന് തോന്നി എന്നതാണ്. ഇനി നമുക്കത് അടുത്തതിലേക്ക് കേൾക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ ഈ പ്രഥമ സ്കന്ധം 8ാമത്തെ അധ്യായം ഇവിടെ സമാപിച്ചു. നമ്മൾ 23ാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 23ാമത്തെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്. 48ാമത്തെ ശ്ലോകം മുതൽ 53ാമത്തെ ശ്ലോകം വരെ നമുക്ക് ഒന്നിച്ച് പറയാനുണ്ടായത്. ശ്രീ ഗുരുവായൂരപ്പ. നാരായണ നാരായണ നാരായണ.